സർക്കാർ നൽകുന്ന ശമ്പളത്തിന് പുറമെ പാവങ്ങളെ പിഴിഞ്ഞ് കിമ്പളം വാങ്ങി അലമാരയിൽ നിറച്ച് ഒടുവിൽ വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി കിടക്കവേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വീട്ടിന്റെ അലമാരയിൽ നിന്നും വിജിലൻസ് കണ്ടെടുത്തത് 2,07,000 രൂപ. ആലപ്പുഴ പുന്നപ്ര വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പുന്നപ്ര നടുവേൽ പറമ്പിൽ വി അശോക് കുമാറിന്റെ വീട്ടിൽ നിന്നാണ് 2,07,000 രൂപ വിജിലൻസ് കണ്ടെത്തിയത്. സർവീസിൽ നിന്ന് വിരമിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഈ പണം വിജിലൻസ് കണ്ടെത്തിയതോടെ ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അശോക് കുമാർ നൽകിയതാകട്ടെ പരസ്പര വിരുദ്ധമായ മൊഴികളായിരുന്നു. ആദ്യം സ്വർണം പണയം വെച്ച പണമെന്ന് പറഞ്ഞ അശോക് കുമാർ ഒടുവിൽ സ്വർണം വിറ്റ പണമെന്ന് പിന്നീട് മൊഴി മാറ്റി നൽകി. ഈ മൊഴിയിൽ വ്യക്തത വരുത്താനുള്ള നടപടികളൊക്കെ ആരംഭിച്ചതായിട്ടാണ് ആലപ്പുഴ വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. അശോക് കുമാറിനൊപ്പം തന്നെ പിടിയിലായ വില്ലേജ് അസിസ്റ്റന്റ് കാളത്ത് അവലക്കുന്ന് ചിറയിൽ വീട്ടിൽ SC വിനോദിന്റെ വീട്ടിൽ നിന്നും നിരവധി ബാങ്ക് പാസ്ബുക്കുകളും വിജിലൻസ് സംഘം കണ്ടെത്തിയിരുന്നു. വൻ തുകകളൊക്കെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇരുവരുടെയും വീടുകളിൽ നിന്നും കുടുംബാംഗങ്ങളുടെ പേരുള്ള ബാങ്ക് പാസ്ബുക്കുകളും കണ്ടെത്തിയിരിക്കുകയാണ്. ബാങ്ക് ഇടപാടുകൾ വിവരങ്ങളൊക്കെ വിജിലൻസ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പുന്നപ്ര സ്വദേശിയിൽ നിന്ന് വസ്തു തരം മാറ്റി നൽകാമെന്ന് ഉറപ്പ് നൽകി ഉദ്യോഗസ്ഥർ 5,000 രൂപ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഈ തുക എത്തിക്കണമെന്നും പറഞ്ഞു. ഇത് നൽകാതിരുന്നതോടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഞായറാഴ്ച അപേക്ഷകന്റെ സ്ഥാപനത്തിൽ ചെന്ന് വീണ്ടും തുക ആവശ്യപ്പെടുകയും ചെയ്തതായിട്ടാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഇതാണ് ഇപ്പോൾ അറസ്റ്റിന് കാരണമായത്. കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡും ചെയ്തു. അതേസമയം സർക്കാർ വാങ്ങുന്ന ശമ്പളത്തിന് പുറമെയാണ് പാവങ്ങളെ പിഴിഞ്ഞ് ഇക്കൂട്ടർ കിമ്പളം വാങ്ങിയെടുക്കുന്നതും. പോലീസുകാരുടെയും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും നാടായി മാറുകയാണ് നമ്പർ 1 കേരളം. എന്തിനും ഏതിനും കാശ് വാങ്ങി മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥർ എന്തും ചെയ്യൂ എന്നതാണ് കേരളത്തിലെ സ്ഥിതി. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് ഈ കൈക്കൂലി കള്ളന്മാരുള്ള കേരളം. ഇന്ത്യയിലെ ഏറ്റവും അധികം അഴിമതി നടമാടുന്ന സംസ്ഥാനവും കേരളം തന്നെയാണ്. 1 ലക്ഷം കോടിയിലേറെ മയക്കുമരുന്നും ലഹരി മരുന്നും കള്ളക്കടത്തുമൊക്കെ കേരളത്തിൽ നടമാടുമ്പോൾ മറ്റ് അഴിമതികളും ഇതിനൊപ്പം തന്നെ കൂടുകയാണ്. അഴിമതി നടക്കാത്ത ഒരു പോലീസ് സ്റ്റേഷനോ വില്ലേജ് ഓഫീസറോ തദ്ദേശ സ്ഥാപനമോ ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. എല്ലാ സർക്കാർ ഓഫീസുകളിലും കേരളത്തിൽ അഴിമതി നടക്കുന്നു. മലയാളികളിൽ മുതിർന്നവരിൽ 70% പേരും അഴിമതിക്ക് വിധേയരായോ അല്ലെങ്കിൽ കൈക്കൂലി നൽകുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തവരാണ്. പൊതുസമ്പത്തിന്റെയോ അല്ലെങ്കിൽ പൊതുജന അധികാരത്തിന്റെയോ ചൂഷണമോ അല്ലെങ്കിൽ ദുരുപയോഗമാണ് ഈ അഴിമതിയായിട്ട് വരുന്നത് തന്നെ. അഴിമതിക്ക് അടിമപ്പെടുമ്പോൾ ആകട്ടെ ഒരു സമൂഹത്തിനാകമാനം തകർച്ചയാണ് ഉണ്ടാകുന്നത്. ധാർമ്മികതയും നൈതികതയും എല്ലാം നഷ്ടപ്പെടുന്നു. ഭയമോ നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനമോ ഇല്ലാത്ത ഒരു സമൂഹമായി തന്നെ പരിണമിക്കുകയാണ്. കൈക്കൂലി, സ്വജനപക്ഷപാതം, പൊതുസ്വത്ത് അപഹരിക്കൽ, സ്വന്തം കാര്യലാഭത്തിനായി നിയമവിധേയനായോ അല്ലെങ്കിൽ ഭരണക്രമത്തെ സ്വാധീനിക്കൽ എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള അഴിമതികളാണ് നമ്മുടെ കേരളത്തിൽ നടമാടുന്നത്. പാലങ്ങൾ പോലും അഴിമതി മൂലം തകർന്നടിയുകയാണ്. കാടും കടലും കായലും പുഴയും ഒക്കെ കൈക്കൂലി വാങ്ങി സർക്കാർ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നതും നേർക്കാഴ്ചയായി മാറുന്നു. തങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ ഏറ്റവും കുറവ് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിൽ തന്നെയാണ്. 10ൽ 1 എന്ന തോതിൽ മാത്രമാണ് ഇവിടെ കൈക്കൂലി നിരക്ക്. ഏറ്റവും കൂടുതൽ കൈക്കൂലി നടക്കുന്നതും ഭൂമി രജിസ്ട്രേഷനും സ്വത്ത് തട്ടിപ്പും ഒക്കെ സംബന്ധിച്ചാണ്. തൊട്ടു പിന്നാലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും സർവേ പറയുന്നു. 26% ഭൂമി രജിസ്ട്രേഷൻ വകുപ്പിലൊക്കെ തട്ടിപ്പ് നടക്കുന്നത്. പോലീസിൽ 19%. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഗതാഗത ഓഫീസുകളിലും 13% അഴിമതിയുള്ളത്. ഇവയ്ക്ക് പിന്നിൽ നികുതി വകുപ്പും വാട്ടർ ഡിപ്പാർട്ട്മെന്റും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.